കഴിഞ്ഞ വീഡിയോ നൗൺസിനെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ കുട്ടികളെ എങ്ങനെ ഗ്രാമർ പഠിപ്പിക്കാം എന്ന സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈസമാറിനെ കുറിച്ചാണ്. കുട്ടികൾ കൂടുതലും കൺഫ്യൂസ് ആകുന്നത് ഏത് നൗണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏത് പ്രോനൗണിൻ്റെ കൂടെയാണ് ഈസമാർ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. സാധാരണ ആണ് എന്ന അർത്ഥത്തിലാണ് ഈസമാർ ഉപയോഗിക്കുന്നത്. ഷീ ഈസ് എ ഡാൻസർ, അവളൊരു ഡാൻസറാണ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇവിടെയെല്ലാം ആണ് എന്ന അർത്ഥത്തിലാണ് ഈസ്, ആർ എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം. ആം സാധാരണ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്, അതായത് ഐ ആം റൈറ്റിംഗ്, ഐ ആം ഫൈൻ, ഐ ആം രാഹുൽ എന്നിങ്ങനെ. ഇനി ഈസ് ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനോടൊപ്പമാണ്. എക്സാമ്പിൾസ് ഒക്കെ നോക്കിയേ. രാഹുൽ ഈസ് പ്ലേയിങ്, സ്മിത ഈസ് റീഡിങ്, ദ ക്യാറ്റ് ഈസ് ക്യൂട്ട്. ഇവിടെയെല്ലാം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് രാഹുൽ, സ്മിത, ക്യാറ്റ് എന്നീ നൗൺസ് ആണ്. എല്ലാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ നൗൺസിന് പകരം നമുക്ക് ഹീ, ഷീ, ഇറ്റ് എന്നീ വേർഡ്സ് ഉപയോഗിക്കാം. ഇവയെ നമ്മൾ പ്രോനൗൺസ് എന്നാണ് വിളിക്കുന്നത്. രാഹുലിന് പകരം ഹീ ഉപയോഗിക്കാം, സ്മിതയ്ക്ക് പകരം ഷീ ഉപയോഗിക്കാം, ക്യാറ്റ് എന്നതിന് പകരം ഇറ്റ് ഉപയോഗിക്കാം. ഇനി ആർ ഉപയോഗിക്കുന്നത് തേർഡ് പേഴ്സൺ പ്ലൂറൽ നൗൺസ് അല്ലെങ്കിൽ പ്രോനൗൺസിൻ്റെ ഒപ്പമാണ്. നോക്കിയേ. ചിൽഡ്രൻ ആർ പ്ലേയിങ്, പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ്, ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ചൈൽഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈസ് ഉപയോഗിക്കും. ചിൽഡ്രൻ ആയതുകൊണ്ട് ആർ. പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ്, പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലേ, ആളുകൾ എന്നർത്ഥത്തിലാണ്. അതുകൊണ്ട് ആർ ഉപയോഗിക്കാം. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്, ദേ ഒരു പ്ലൂറൽ നൗൺ ആണ്. ഇനി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ചിൽഡ്രൻ, പീപ്പിൾ എന്നീ വാക്കുകൾക്ക് പകരം ദേ ഉപയോഗിക്കാം. യു, വി, ധേ എന്നീ വാക്കുകൾ പ്ലൂറൽ പ്രോനൗൺസ് ആണ്. ഇതിനോടൊപ്പം നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ആറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ ഈസാമാർ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലാണ്. ഐൻ്റെ കൂടെ നമ്മൾ ആം ഉപയോഗിക്കുന്നു. ഹീ, ഷീ, ഇറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ ഈസ് ഉപയോഗിക്കുന്നു. യു, വി, ധേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗണിൻ്റെ കൂടെ ആർ ഉപയോഗിക്കുന്നു. ഇനി ഇതേ വാക്കുകളുടെ കൂടെ നോട്ട് ചേർത്ത് നമുക്ക് ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാം. ഐ ആം എ ടീച്ചർ, നോട്ട് ചേർത്താൽ ഐ ആം നോട്ട് എ ടീച്ചർ. ഷീ ഈസ് എ ഡാൻസർ, ഷീ ഈസ് നോട്ട് എ ഡാൻസർ. ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, ഹീ ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ ഡാൻസിങ്, ദേ ആർ നോട്ട് ഡാൻസിങ്. അപ്പോൾ ഈസിന് ശേഷം, ആമിന് ശേഷം, ആറിന് ശേഷം നോട്ട് ചേർത്ത് സെൻറ്റൻസ് നമുക്ക് നെഗറ്റീവ് ആക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈസമാർ എവിടെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഈസമാറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ കൂടി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോ കുട്ടികളെ എങ്ങനെ ഗ്രാമർ പഠിപ്പിക്കാം എന്നതിന് വേണ്ടിയാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്